ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും വർദ്ധിക്കുന്നതായി കണക്കുകൾ. കോഴിക്കോട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ 3 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 4 കൊലപാതകങ്ങളും 15 കൊലപാതക ശ്രമങ്ങളുമാണ്. ക്രൈം ബ്യൂറോയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എല്ലാ ദിവസവും വാർത്തകൾ ഇങ്ങനെ പുറത്തു വരികയാണ്. അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു, ഭാര്യ ഭർത്താവ് കൊന്നു. അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് തുടരെ ഇങ്ങനെ വാർത്തകൾ സംഭവിക്കുകയാണ്. ഓരോ ദിവസവും പത്രങ്ങളിലൊക്കെ ഒരു പേജ് തന്നെ മാറ്റിവെക്കുന്ന ദിവസങ്ങൾ പലതുമുണ്ട്. അങ്ങനെ ക്രൈമിൻ്റെ എണ്ണം കൂടുന്നു, കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും കൂടുന്നു. അത്തരം ക്രൈമുകളുടെ എണ്ണം കൂടുകയാണ്. അനഘ, കൃഷ്ണരാജ്, ഈ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 15 കൊലപാതകങ്ങളും മാത്രമല്ല കൊലപാതക ശ്രമങ്ങളുമാണ്. ദിവസേന ഇത്തരത്തിലുള്ള ക്രൈം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ജില്ലയിലുണ്ട്. മാത്രമല്ല ഈ ഒരിടയ്ക്ക് ഏറ്റവും അധികം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഏറ്റതിനു ശേഷം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ ഉയരുന്നു എന്നതാണ്. ഈ 2025 മാർച്ച് വരെ മാത്രമുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 4 കൊലപാതകങ്ങളും 15 കൊലപാതക ശ്രമങ്ങളുമാണ് നടന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കൊടുവള്ളി കേന്ദ്രീകരിച്ച് 21 വയസ്സ് മാത്രമുള്ള ഒരു യുവാവിനെ വീട്ടിലെത്തി 5 അംഗ സംഘം വടിവാളും മറ്റുമൊക്കെ കാണിച്ച് ആ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. കൊടുവള്ളിയെ സംബന്ധിച്ച് ഈ തട്ടിക്കൊണ്ടുപോകൽ നിരവധി തവണ പലതവണ നടന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എന്നതാണ്. മറ്റൊന്ന്, മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതും വലിയ രീതിയിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളെക്കാൾ വലിയ രീതിയിൽ ഉയരുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ക്രൈം റെക്കോർഡ് അനുസരിച്ച് പുറത്തുവിടുന്ന കണക്കനുസരിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. 2024 റിപ്പോർട്ട് ചെയ്തത് 21 കൊലപാതകങ്ങളും 125 കൊലപാതക ശ്രമങ്ങളുമാണ്. എന്നാൽ 2023 ഇത് 14 ആയിരുന്നു. അങ്ങനെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ വർഷം 2024-25 കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ജില്ലയിൽ കൊലപാതകവും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കൃത്യമായി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഈ ഗാൻസസ് സംഘത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കളും ലഹരി MDMA അടക്കമുള്ള പിടിക്കുന്ന വാർത്ത ദിവസേന പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇടതുപക്ഷ സർക്കാർ ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ പോലും കൃത്യമായി ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാനോ അതിനെതിരെ ശാശ്വതമായ ഒരു പരിഹാരം കാണാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ഈ വാർത്തയിലേക്ക് നമുക്ക് കൂടുതൽ വിശദമായി പോകേണ്ടി വരും വാർത്തകളിൽ. ശരി അനഘ.